ബഹുമാനപ്പെട്ട പോളീച്ച, പ്രിയ ബഹുമാനപ്പെട്ട കൂടപ്പിഴച്ച അച്ഛന്മാരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, 1986 ഞങ്ങളുടെ ഏജൻസി കാലത്ത് ചെത്തിപ്പുഴ ആശ്രമത്തിന്റെ ഒരു കൊച്ചുമുറിയില് കൂനിക്കൂനിയിരുന്ന് കുറിക്കുന്ന ഒരു പ്ലാസിഡച്ചനെ കണ്ട ഓർമ്മകൾ മനസ്സിലുണ്ട്. അദ്ദേഹത്തിന്റെ മരണവും ആ വർഷമായിരുന്നു. ദുഃഖാന മാസികയില് അന്ന് ഏജൻസി ചെയ്തിരുന്നത് കൊണ്ട് മരണത്തിന്റെ തൊട്ടടുത്ത ആ ഒരു ഇഷ്യൂ പ്രത്യേകമായി പ്ലാസിഡ് സ്പെഷ്യൽ എന്ന് അച്ചടിച്ച് പച്ച പിടിച്ച ഒരു പ്രകൃതിയുടെ ജലമൊഴുകുന്ന ഒരു അരുവിയുടെ ചിത്രത്തോടുകൂടി ആ മാസിക പ്രസിദ്ധീകരിക്കുവാൻ ഇടയായതുമൊക്കെ ഓർമ്മിക്കുന്നു. അന്ന് അദ്ദേഹത്തിന്റെ ചരമപ്രസംഗത്തില് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷനായിരുന്ന അഭിമന്യമാർ മാത്യു ജോസഫ് ഭൗത്തിൽ പിതാവ് ഇപ്രകാരം കുറിച്ചതായിരുന്നു അതിന്റെ തലക്കെട്ടായി ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത്. സിറോ മലബാർ സഭയുടെ ആധുനിക സഭാപിതാവ് ഇതാ ഇന്ന് നമ്മളോട് വിട പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം തുടങ്ങിയത്. അങ്ങനെ സിറോ മലബാർ സഭയുടെ ആധുനിക സഭാപിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന വചനായ പ്ലാസിഡ് ജെ പൊടിപ്പാറയുടെ അനുസ്മരണാർത്ഥം നടത്തുന്ന ഈ സെമിനാറില് ഇപ്പോൾ നമ്മുടെ സഭയുടെ ആരാധനക്രമ ഐഡന്റിറ്റി, വ്യക്തിത്വവും പ്ലാസിഡ് അച്ഛനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി വന്നിരിക്കുന്ന പോളി മണിയാട്ടച്ഛനെ നിങ്ങളുടെ മുമ്പിൽ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു വാക്ക് അദ്ദേഹത്തെ കുറിച്ച് ഈ പ്രബന്ധം അവതരിപ്പിക്കാൻ തീർച്ചയായിട്ടും പോളിയച്ഛന് ആധികാരികതയുണ്ട്, യോഗ്യതയുണ്ട്. 1961 മുരിക്കൻ തൊട്ടിയിൽ ജന്മമെടുത്ത് ഉടവാദു സെമിനാരിയിലും അന്ന് കോതമംഗലം രൂപതയിലും സെമിനാരിയിലുമായി പഠനം പൂർത്തീകരിച്ച് 86 അതായത് പ്ലാസിഡ് അച്ഛൻ മരിച്ച വർഷത്തെ ഡിസംബർ മാസം 30 പട്ടമേറ്റ് മാളികയിലും നാഗപ്പുഴയിലും അസിസ്റ്റന്റ് വികാരിയായി ശുശ്രൂഷ ചെയ്തതിനു ശേഷം റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നമ്മുടെ ആരാധനക്രമത്തെ കുറിച്ചുള്ള പഠനത്തിൽ ഡോക്ടറേറ്റ് നേടി തിരിച്ച് 95 മുതൽ ഇപ്പോൾ നമ്മുടെ സിറോ മലബാർ സഭയുടെ സിനഡിന്റെ ഒരു സെമിനാരിയായി മാറിയിരിക്കുന്ന സത്ന സെന്റ് ഫ്രൈസ് തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും 95 മുതൽ ഉടവാൾ സെമിനാരിയിലും ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട പോളിയച്ചൻ വിവിധ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. സെമിനാരിയിൽ പഠിക്കുമ്പോൾ തന്നെ നല്ല സയൻസ് ഫിക്ഷൻ എഴുതിയ നാടകങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ തീസിസിന്റെ പേരും വളരെ ശ്രദ്ധേയമാണ്. ഹെവൻ ഓൺ എർത്ത്, ദ തിയോളജി ഓഫ് ലിറ്റർജിക്കൽ സ്പേസ് ഇൻ ഈസ്റ്റ് സിറിയൻ കുർബാന. ഈ തീസിസ് 1995 മെയ് 29 അദ്ദേഹം ഡിഫെൻഡ് ചെയ്തു. പ്രശസ്തനായ റോബർട്ട് ഹാഫ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഡയറക്ടർ. തുടർന്ന് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ അധ്യാപകൻ എന്ന നിലയിൽ ഈ വിഷയത്തില് കൂടുതൽ അവഗാഹം അദ്ദേഹത്തിന് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സിറോ മലബാർ സഭയുടെ ലിറ്ററേച്ചർ കമ്മീഷന്റെ സെക്രട്ടറിയായി പല വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിവിധ കമ്മീഷനുകളിൽ അദ്ദേഹം അംഗമാണ്. ഇടുക്കി രൂപതയുടെ ലിറ്ററേച്ചർ കമ്മീഷന്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. അങ്ങനെ വിവിധങ്ങളായ തലങ്ങളിൽ നമ്മുടെ സഭയുടെ ആരാധനക്രമത്തെ കുറിച്ചുള്ള പ്രബോധനവും അതോടൊപ്പം തന്നെ രചനയിലൂടെയും അതിനെ പോഷിപ്പിക്കുന്ന അച്ഛന് തീർച്ചയായും നമ്മുടെ ആധുനിക സിറോ മലബാർ സഭയുടെ ആധുനിക സഭാപിതാവെന്ന് വിശേഷിപ്പിക്കുന്ന പ്ലാസിഡ് അച്ഛനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മെ ഉത്ബോധിപ്പിക്കുവാൻ സാധിക്കും. ബഹുമാനപ്പെട്ട പോളിയച്ഛ ഏറെ കൃത്യമായി അതിനായിട്ട് അച്ഛനെ ക്ഷണിക്കുന്നു. ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട തോമസ് പോത്താനിലച്ച, ഞങ്ങളുടെ പ്രിയ ഗുരു ഉടപ്പുഴയച്ച, വികാരിയൻ റളച്ചൻ, താമരശ്ശേരിയച്ച, സ്നേഹമുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ,
പ്ലാസിഡ് അച്ഛനെ നേരിട്ട് അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. പക്ഷെ കേട്ടതിനേക്കാളും കൂടുതലായിട്ട് അച്ഛൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. കൂടപ്പുഴ അച്ഛനും വെള്ളാനിക്കൽ അച്ഛനും കോഴിക്കോട് അങ്ങനെ അവരുടെ തന്നെ ഒരു ശിഷ്യന്മാരുടെ ഒരു വലിയ കൂട്ടത്തിലാണ് ഞങ്ങൾ കാര്യം പഠിച്ചത്. അതുകൊണ്ട് പ്ലാസിഡ് അച്ഛൻ വലിയൊരാളാണെന്നുള്ളതിനെ കുറിച്ച് ആ ചിന്ത തലനിറയുണ്ട്. പ്ലാസിഡ് അച്ഛനെ കുറിച്ച് ഇന്നിവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അഭിമന്യ പൗത്യ പിതാവ് പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ ഒന്ന് വായിക്കട്ടെ. നമ്മുടെ പല പേപ്പറുകളിലുള്ള ആശയങ്ങൾ തന്നെയാണ്. For the building up of the true tradition of our church, Father Placid has contributed more than anybody else in the recent centuries. The age of the fathers has ended, but to our church, he remains one in the line of the fathers. നമ്മുടെ സഭയുടെ ശരിയായിട്ടുള്ള പാരമ്പര്യം പടുത്തുയർത്തുന്നതിന് വേണ്ടി പ്രയത്നിച്ചവരിൽ ഈ നൂറ്റാണ്ടുകളിൽ ആ വിശേഷണം വളരെ കരുതലോടെ ഭൗതിക പിതാവ് പറഞ്ഞ കാര്യമാണ്. റീസെന്റ് സെഞ്ചുറീസ് എന്ന് പറഞ്ഞു. അത് പ്ലാസിഡ് അച്ഛനേക്കാൾ വലുതായി ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ ഒരു പിതാവായിട്ട് കണക്കാക്കാം. പൗരസ്ത്യ പാരമ്പര്യത്തിൽ ശരിക്കും പൗരസ്ത്യ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കാത്തലിക് ട്രഡീഷൻ അല്ല, നോൺ കാത്തലിക് ട്രഡീഷനിൽ പിതാക്കന്മാരുടെ ടൈം അങ്ങ് ലിമിറ്റ് ചെയ്യുന്നില്ല. അവർ കാത്തലിക് ട്രഡീഷനിലാണ് ജോൺ ഓഫ് ഡമഷനെ കൊണ്ട് ഫാദേഴ്സ് തീരുന്നത്. എന്നാൽ ബൈസന്റൈൻ പാരമ്പര്യത്തിലൊക്കെ പിന്നെ വരുന്ന ദൈവശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഫാദേഴ്സ് തന്നെയാണ്. നിക്കോളാസ്, കാബാസിലാസ്, ഗ്രിഗറി പലാമാസും, സൈമൺ തെസലോണിക്ക എല്ലാം അവർ വലിയ ദൈവശാസ്ത്രജ്ഞന്മാരെ അങ്ങനെ ഫാദേഴ്സായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ ഫാദർ ഓഫ് ദ ചർച്ച് എന്നുള്ള കൺസെപ്റ്റിൽ ഇത്തിരി നമ്മൾ മുറുകെ പിടിക്കുന്നത് നല്ലതായിരിക്കും. ഭാവിയിലേക്ക് അത് ആ രീതിയിൽ തന്നെ നമുക്ക് അംഗീകരിച്ച് കിട്ടാനും സാധ്യതയുണ്ടായിരിക്കും. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോൾ പൗരസ്യ സഭാ പാരമ്പര്യങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളൊരു വ്യഗ്രത യൂറോപ്പിലുണ്ടായി. അതിന് പ്രധാന കാരണം പൗരസ്യ സഭകളുടെ ആരാധനക്രമ ഭാഷകളൊക്കെ പഠിച്ചു. അത് പഠിച്ചപ്പോൾ പാശ്ചാത്യ ദൈവശാസ്ത്രജ്ഞന്മാരുടെ മിക്കവരും ലത്തീൻ സഭയിൽ നിന്നുള്ളവരാണ്. അവരുടെയൊക്കെ കണ്ണു തുറന്നു. എൻ്റെ ദൈവം എന്തായി കാണുന്നത്? വലിയ ഒരു നിധി കണ്ടെത്തിയ വിസ്മയത്തോടെ അവർ പരിശുദ്ധ സിംഹാസനത്തോട് പറഞ്ഞു, ഈ വലിയ നിധി നഷ്ടമാകരുത്. സഭയ്ക്ക് മുഴുവനും വേണ്ട ഈ നിധി വിനിയോഗിക്കപ്പെടണം. അവർ കണ്ടെത്തിയ കാര്യങ്ങള് പത്രോളജിയ ഓറിയന്താലിസ്, പത്രോളജിയ സിറിയാക്ക എന്നിങ്ങനെയുള്ള സീരീസുകളിലൂടെ പബ്ലിഷ് ചെയ്തു. അങ്ങനെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴേക്കും റോം ഇക്കാര്യത്തെ കുറിച്ച് നല്ല ബോധ്യത്തോടുകൂടി വന്നു. അതിന്റെ തെളിവുകൾ കാണുന്നത് 1894 ലിയോ 13 എഴുതിയ ഓറിയന്താലിയം ദീഞ്ഞിത്താസ് അതിന്റെ നല്ലൊരു തെളിവാണ്. അതിൽ പറയുന്നുണ്ട്, the legitimately approved variety of the Eastern liturgy and discipline is a brilliant ornament for all the church. സഭയ്ക്ക് മുഴുവനും ഈ പൗരസ്യ സഭകളുടെ ലിറ്റർജിയും ഡിസിപ്ലിനും അതിന്റെ നിയമവും ഒക്കെ ഈ കത്തോലിക്ക സഭയ്ക്ക് മുഴുവനും ഒരു ആഭരണമാണ്. അങ്ങനെ ഓറിയന്റൽ ട്രഡീഷനെ കുറിച്ച് സഭ പഠിക്കാൻ തുടങ്ങി, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഓറിയന്റലുകാരുടെ ആ കാര്യങ്ങളൊന്ന് സംരക്ഷിക്കാനുള്ള, ഇപ്പൊ നമ്മളില്ല ചില കാര്യങ്ങൾ ഈ അന്യം നിന്ന് പോകുന്നതിനെ സംരക്ഷിക്കാനുള്ള ഒരു തത്രപ്പാടൊക്കെ ഉണ്ടല്ലോ അല്ലെ. ചില ജീവികൾ, ചില സ്പീഷീസ് അവസാനിക്കാൻ നേരത്ത് നമ്മൾ ഒരാൾ കഷ്ടപ്പെട്ടു. അതുപോലെ അന്യം നിന്ന് പോകുന്ന ഒരു പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്താനുള്ള വ്യഗ്രത അല്ല, സംതിങ് ബ്യൂട്ടിഫുൾ, വളരെ പ്രഷ്യസായ ഒന്ന്, ക്രൈസ്തവ ദർശനത്തിന് പുതിയ അർത്ഥം പകരുന്ന, തികവുള്ള അർത്ഥം പകരുന്ന ഒന്ന് പൗരസ്യ സഭകളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. നമ്മുടെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യത്തെ സംബന്ധിച്ചുണ്ടാക്കിയ മഹാവ്യക്തിയാണ് പ്ലാസിഡ് അച്ഛൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് പാശ്ചാത്യ സ്കോളേഴ്സ് ചെയ്തതുപോലെ ഇതാ
വി ഹാവ് സംതിങ് വെരി വെരി പ്രഷ്യസ്. അത് കൈവശം വരരുത്. അതെങ്ങനെ വീണ്ടെടുക്കണം, സൂക്ഷിക്കണം. സഭൈക്യത്തെ കുറിച്ചുള്ള ആ ഡിഗ്രിയില് വളരെ മനോഹരമായി പൗരസ്ത്യ പാരമ്പര്യം സംരക്ഷിക്കേണ്ടതിന്റെയും വളർത്തേണ്ടതിന്റെയും ആവശ്യകതയെ കുറിച്ച് പറയുന്നുണ്ട്. പൗരസ്ത്യ സഭകളുടെ 15ാമത്തെ നമ്പറില് സഭയ്ക്കും പൗരസ്ത്യ സഭകളുടെ സമൃദ്ധിയാർന്ന ആരാധനാപരവും ആധ്യാത്മികവുമായ പിതൃസ്വത്ത് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ ഓറിയന്റൽസ് മാത്രം പോരാ, എല്ലാ ക്രിസ്ത്യാനികളും അറിയണം, ആദരിക്കണം, കാത്തു സൂക്ഷിക്കുകയും പോറ്റി വളർത്തുകയും വേണം. എല്ലാവരും, എല്ലാ ക്രിസ്ത്യാനിയും വേണം. 50 വർഷം കഴിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് പുച്ഛത്തോടെ ചിന്തിക്കുന്നവരുണ്ട്, അല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ ഓറിയന്റൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ ചൊറിയുന്ന ആൾക്കാരുണ്ട്. മലയാളികൾക്ക് ഓറിയന്റൽ എന്ന് പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തല തിരിഞ്ഞാണ്ട് കൂറന്തായെന്നൊക്കെ പറഞ്ഞ. പക്ഷേ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന എന്താ? ഈ കാര്യങ്ങളൊക്കെ നല്ലോണം അറിയണം, അറിഞ്ഞിട്ടോ ആദരിക്കണം. അത്ര സ്നേഹം ഉണ്ടാവണം അതിനോട്. അറിവിനെ ആദരിക്കുന്ന ഒരവസ്ഥ വരണം. എന്നിട്ടോ കാത്തു സൂക്ഷിക്കണം, ഒരു കേടും കൂടാതെ പോറ്റി വളർത്തിയും വേണം. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലാസിഡച്ചൻ ചെയ്ത കാര്യം ഇതാ. മഹത്തായ ഈ പൈതൃകത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അത് അറിഞ്ഞു, നല്ലോണം അറിഞ്ഞു. ഇത്രയേറെ നമ്മുടെ സഭാ പൈതൃകത്തെ മനസ്സിലാക്കിയ മറ്റാരുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ പൗത്യ പിതാവ് വളരെ സന്തോഷത്തോടെ പറയുന്നത്, റീസെന്റ് സെഞ്ചുറീസിൽ ഇതുപോലെ മറ്റാരും ഇല്ലെന്നുള്ള രീതിയിൽ സഭാ പൈതൃകത്തെ, പാരമ്പര്യത്തെ കൊച്ചു വളർത്തിയാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ വ്യയം ചെയ്തു, അതിനെ ആദരിച്ചു. നമ്മുടെ ഈ കാഴ്ചപ്പാടില് ലിറ്റർജിയെ കുറിച്ചും സഭാവിജ്ഞാനീയത്തെ കുറിച്ചും സഭാ നിയമത്തെ കുറിച്ചുള്ള എല്ലാ മനോഹരങ്ങളായ കാഴ്ചപ്പാടുകളെ ഉചിതമായി അറിഞ്ഞ് സ്നേഹിച്ച് സംരക്ഷിച്ച് പോറ്റി വളർത്തിയ ആ പ്ലാസിഡ് അച്ഛനെ നമ്മൾ ഇന്ന് സ്നേഹത്തോടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകളിലേക്ക് എല്ലാം ഒന്നും നമുക്ക് പോകാനൊന്നും പറ്റില്ല. ഏറെക്കുറെ ഒന്ന് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലം, അദ്ദേഹം ജനിച്ച് ജീവിച്ച ആ പശ്ചാത്തലം, നമ്മുടെ സഭ ഡയംബർ സിനഡിന് ശേഷം ലാറ്റിനൈസ്ഡ് ആയി. പിന്നെ അങ്ങോട്ട് സന്തോഷത്തോടെ ആ ലത്തീൻ മധു നുകരുന്ന കാലമായിരുന്നു, സന്തോഷമായിരുന്നു. അഡ്ജസ്റ്റഡ് ആയി 3 നൂറ്റാണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും അഡ്ജസ്റ്റഡ് ആയില്ല. അതിന്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ കുറെ പേര് ഈ പാരമ്പര്യത്തിന്റെ തനിമ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ നടന്നു. ഒടുവില് അവരുടെ വൊക്കേഷൻ തന്നെ കളയുന്ന അവസ്ഥയായി. നിങ്ങൾക്ക് ആ കഥയൊക്കെ അറിയാം. 7 വ്യാകുലങ്ങൾ എന്ന് പറഞ്ഞ്, അല്ലേ? 7 വ്യാകുലങ്ങളെ അവരുടെ ആശ്രമങ്ങളിൽ നിന്ന് പുറത്തു കാണിച്ചു. എന്തിനാ? ഞങ്ങളുടെ സഭയുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മെത്രാന്മാര് വേണം, ഞങ്ങളുടെ റീത്ത് സംരക്ഷിക്കപ്പെടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാനിതിപ്പോ ഇവിടെ നല്ല തന്നെയിൽ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈഗനായിരുന്ന കാലത്ത് ഈ വിഷയം, ഈ 7 വ്യാകുലങ്ങളെ കുറിച്ച് ഞങ്ങളൊരു നാടകം ഉണ്ടാക്കി. അതെല്ലാം കൂടപ്പുഴയച്ഛന്റെ പരിപാടിയായിരുന്നു. കൂടപ്പുഴയച്ഛൻ ഇതുകൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ആളാണ്. ഇപ്പോഴും ജ്വലനം കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നല്ല തണ്ടിയിൽ വന്നിട്ടും. ആ തീ കെടാതെ ഇത്തിരിയൊക്കെ ഞങ്ങൾ കൈ പിടിക്കുന്നുണ്ട്. പക്ഷേ കൂടപ്പുഴയച്ഛനെ പോലെ ഒന്നും കത്തിക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ഞങ്ങളെ ഒക്കെ വിളിച്ചു കൂട്ടി എവിടെയാണെന്നറിയാൻ പാടില്ല, നല്ല ഇവിടെ ഒരു കെട്ടിടത്തില് 1 മാസക്കാലം താമസിപ്പിച്ചു. വെക്കേഷൻ കാലത്ത് അതിലില്ലെന്ന് ഇറങ്ങി നടക്കുന്നതിന് പോലെ ഞങ്ങളെ കുറെ പേരെ 1 മാസം താമസിപ്പിച്ചിട്ട് ഇത് പഠിച്ച് എഴുതാൻ പറഞ്ഞു, നാടകം എഴുതാൻ. അതിനുവേണ്ടി സോഴ്സ് ബുക്കായിട്ട് മാർ ലൂയിസ് കാലവും ചരിത്രം എന്നുള്ള ആ പുസ്തകം തന്നിട്ട് അതങ്ങനെ ഞങ്ങൾ എഴുതിയ ഓർമ്മ മനസ്സിലേക്ക് വരികയാണ്. മാർ ലൂയിസ് പഴയപറമ്പിൽ, അദ്ദേഹമാണ് നായകൻ ഈ കഥയിലൊക്കെ. അങ്ങനെ പക്ഷെ സങ്കടമുള്ള കാര്യം എന്താ? ഇവരേതിനു വേണ്ടി നിലകൊണ്ടോ, ഏതായാലും ഇവരുടെ പക്ഷം ജയിച്ചു. ഇവരെല്ലാം ഇങ്ങോട്ട് തിരിച്ചെടുത്തു എന്ന് മാത്രമല്ല, നമ്മുടെ മാർ ലൂയിസിനെ മെത്രാനാക്കുകയും ചെയ്തു.
1896 നാട്ടുമെത്രാന്മാരെ നിയമിച്ചപ്പോൾ അതിലൊന്ന് മാർ ലൂയിസാണ്. നേരെ മലക്കം മറിയും ചെയ്ത്. അത് ഞാൻ പിന്നീട് അത് നോവലാക്കി ആവേശം കൊണ്ട് സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന് പറഞ്ഞ കതിരൊളിയിലൊക്കെ പബ്ലിഷ് ചെയ്തു. എനിക്ക് ആ സങ്കടത്തോടു കൂടി തന്നെ നായകനായ മാർ ലൂയിസിനെ കുറിച്ച് പറയേണ്ടി വന്നു. എന്തിനു വേണ്ടി നിലകൊണ്ടോ അതെല്ലാം പെട്ടെന്ന് പാടെ മറന്നുപോയി. നമ്മുടെ ഈ മെത്രാന്മാർക്ക് നേരെ ഉള്ള പ്രശ്നം പിന്നെ എങ്ങനെ പട്ടം കൊടുക്കണം, എങ്ങനെ പള്ളി കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിനുവേണ്ടി അവര് റോമൻ പൊന്തിഫിക്കൽ പട്ടങ്ങളും അങ്ങനെ മെത്രാനെടുത്ത ശുശ്രൂഷകളൊക്കെ ഉൾക്കൊള്ളുന്ന ലിറ്ററേച്ചർ ബുക്കാണ് പൊന്തിഫിക്കൽ എന്ന് പറയുന്നത്. അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടണം സുറിയാനിയിലേക്ക്. പഴയ ആവേശം എല്ലാം പോയി. അവര് മെത്രാൻ സ്ഥാനം ഏറ്റെടുത്ത് നാള് തൊട്ട് റോമിലേക്ക് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. മിടുക്കന്മാരെ കൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചു. ഇതൊന്ന് അംഗീകരിച്ച് തരാൻ പറഞ്ഞു കൊടുത്തു. ആ കഥയും പ്ലാസിഡ് അച്ഛനുമായിട്ട് വളരെ ബന്ധമുണ്ട്. കാരണം ഈ നൂറ്റാണ്ടിലുണ്ടായ സീറോ മലബാർ ലിറ്ററേച്ചർ പരിഷ്കരണത്തിന്, അതിന്റെ റിസ്റ്റോറേഷൻ എല്ലാം കാരണമായി തീർന്നൊരു കാര്യമായത്. ഇവരിങ്ങനെ ഇതിനു വേണ്ടി ശക്തമായി ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ അപ്പസ്തോലിക് ഡെലഗേറ്റ് ഒക്കെ നല്ല കാര്യം പാസ്സാക്കി കൊടുക്കാൻ പറഞ്ഞ റോമിലേക്ക് വിട്ടുകൊണ്ടിരുന്നത്. റോമിൽ നിന്ന് കൺസൾട്ടന്റ് ആയിട്ട് 3 പേരെ വെച്ചു ഇത് അന്വേഷിക്കാനായിട്ട്. ആ 3 പേരില് കൊറലേസ്കി എന്ന് പറയുന്ന ആ ദൈവശാസ്ത്രജ്ഞൻ, ആരാധനക്രമ പണ്ഡിതനുമാണ്, ദൈവശാസ്ത്രജ്ഞനുമാണ്. അദ്ദേഹം മാത്രം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും ഇത് പാടില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പറയാൻ ഇടവന്നതില് പ്ലാസിഡ് അച്ഛന്റെ വലിയ സംഭാവനയുണ്ട്. ഞാനത് ചില ഭാഗങ്ങൾ നമുക്ക് ടെസ്റ്റ് തന്നെ വായിക്കാം. ഈ പ്ലാസിഡ് അച്ഛന്റെ സജഷനും ഒക്കെ വെച്ചുകൊണ്ട് കൊറലോസ്കി പറഞ്ഞതിന്റെ പേരില് മാർപ്പാപ്പ വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടൊരു നോ പറഞ്ഞു. വിപ്ലവകരമായ നോ. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഈ ലിറ്ററേച്ചറിയുടെ പരിഷ്കരണത്തിന് ആര് തുടക്കം വെച്ചോ? നമ്മുടെ ആരും അല്ല. വാസ്തവത്തില് ഇവിടെയുള്ള ഇന്നുള്ള ആരുമല്ല. ഒരു രൂപത ഇനിഷ്യേറ്റീവ് എടുത്തതല്ല, റോമിൽ നിന്ന് മാർപ്പാപ്പ ഇനിഷ്യേറ്റീവ് എടുത്തത്. വാസ്തവത്തില് അങ്ങനെ ഒരു തീരുമാനം വരുമോ എന്ന് ഇവർക്ക് പോലും അത്ര ഉറപ്പില്ലായിരുന്നു. കൊറലോസ്കിക്ക് ഉപദേശം കൊടുത്ത്, അതുപോലെ ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ കൺസൾട്ടന്റ് ആയിട്ട് എവാലുവേഷൻ എഴുതി കൊടുത്ത പ്ലാസിഡ് അച്ഛൻ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് പാസ്സായി പോകുന്നത്. അവര് പറഞ്ഞത് തൽക്കാലം അവരിങ്ങനെ റോമൻ പൊന്റിഫിക്കലിന്റെ കുറെ ഭാഗമൊക്കെ ലത്തീനി തന്നെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ചെറിയ ചില ഭാഗങ്ങള് പണ്ട് ചാണ്ടി മെത്രാനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സുറിയാനിയിലാക്കിയതൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ചു പോകുന്നു. അങ്ങനെ തൽക്കാലം സ്റ്റാറ്റസ്കോ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഇവര് പ്രധാനമായിട്ട് സജസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഭാവിയിലേക്ക് നമ്മുടെ ഒറിജിനൽ ട്രഡീഷൻ റിസ്റ്റോർ ചെയ്യണം എന്നുള്ള മട്ടിലാണ് കൊറലോസ്കിയും പ്ലാസിഡ് അച്ഛനും ഒക്കെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം വിട്ട് 11-ാം പീയൂസ് മാർപ്പാപ്പ ഒരു കാര്യം ശക്തമായിട്ട് പറഞ്ഞു, പറ്റില്ലെന്ന്. മാർപ്പാപ്പ പറഞ്ഞു, കത്തോലിക്ക സഭയുടെ പോളിസി എന്ന് പറയുന്നത് ലാറ്റിനൈസേഷൻ അല്ല. It is not the policy of the Catholic Church to Latinize, but to Catholicize. അതുകൊണ്ട് ഇവിടുന്ന് യുനാനിമസ് ആയിട്ട് നമ്മുടെ മെത്രാന്മാർ ചോദിച്ച ആ കാര്യം അങ്ങ് തള്ളി. പറ്റില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് റോമൻ പൊന്തിഫിക്കൽ അല്ല വേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ സുറിയാനി പൊന്തിഫിക്കൽ റിസ്റ്റോർ ചെയ്തെടുക്കണം. അപ്പൊ ആ തീരുമാനത്തിലേക്ക് മാർപ്പാപ്പയെ പ്രേരിപ്പിച്ചത് കൊറലോസ്കിയുടെയും പ്ലാസിഡ് അച്ഛന്റെയും ഒക്കെ നിഗമനങ്ങളാണ്. അത് ഞാനൊന്ന് അവിടെ വായിക്കട്ടെ. കൊറലോസ്കി പറഞ്ഞിരിക്കുന്ന കാര്യം, I have read and studied it with much attention, having been returned just to respond to a query of His Excellency Monsignor Apostolic Delegate of the Indies, which is reproduced at the beginning. It has been printed very happily. It gives us news and information which would uselessly be sourced for elsewhere, and everything is written with the calmness, profound love for the oriental right and real competence. ഇവിടെ ഇത് പറയുന്നത്, ഈ റിപ്പോർട്ട് എല്ലാം ഏറെക്കുറെ തയ്യാറാക്കി സ്റ്റഡി തയ്യാറാക്കി ഇങ്ങനെ കൊടുക്കാറായിരിക്കുമ്പോൾ റോമിൽ ഒരു പുതിയ പുസ്തകം ഇദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടി. അത് മറ്റൊന്നുമല്ല, പ്ലാസിഡ് അച്ഛൻ എഴുതിയ, ലത്തീനിൽ എഴുതിയ ഒരു പുസ്തകം, റീത്തൂസ് എത്ത് ലീപ്രി ലിത്തൂർജിച്ചി സീറോ മലബാരിച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പുസ്തകം കിട്ടി. ആ പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത്.
ഇത് വളരെ നല്ലതാണ്. ഇത് കിട്ടുന്ന ഇൻഫർമേഷൻ വേറെ ഒരിടത്ത് നോക്കിയാലും കിട്ടാൻ പോകുന്നില്ല. വലിയ കോമ്പിറ്റൻസോടെ എഴുതിയിരിക്കുന്നു. The picture which it depicts of the historical anarchy in Malabar is really very sad. But it confirms my opinion, which I had already, that this plague is not incurable. അവിടെ നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്ന ആ ദാരുണ അവസ്ഥയെല്ലാം ഈ പുസ്തകത്തിലൂടെ സൂചിതമാണ്. കർലോസ്കി പറയുന്നു, ഞാൻ കരുതിയതുപോലെ തന്നെ എന്റെ അഭിപ്രായം തന്നെയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ പ്ലേഗ് വലിയൊരു പകർച്ചവ്യാധി അവിടെ ഉണ്ടായിരിക്കുന്നത്, അത് ഇൻക്യൂറബിൾ അല്ല, മാറ്റിയെടുക്കാം നമുക്ക് നല്ല പ്രത്യാശയോടെ. I have used the precious booklet for some corrections of what I had previously written. അവിടെ ഉണ്ടായിരുന്നവരുടെ ലിസ്റ്റ് പറഞ്ഞ ആദ്യത്തെ ലിസ്റ്റിലൊന്നും പ്ലാസരച്ചനില്ല. ആദ്യം കൺസൾട്ട് ചെയ്ത 3 പേരും പ്ലാസരച്ചനില്ല. എക്സ്ട്രാ കൺസൾട്ടേഷൻ ആണ് പ്ലാസരച്ചനെ വിളിച്ചോളൂ. അപ്പൊ അന്ന് അറിയപ്പെടുന്നതില് പൗരസ്യ പാരമ്പര്യത്തില് മികവുറ്റ് നിൽക്കുന്ന വളരെ ശ്രേഷ്ഠനായ ദൈവശാസ്ത്രജ്ഞനും ആരാധന കർമ്മ പണ്ഡിതനുമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതിയ കാര്യങ്ങൾ വരും തിരുത്താൻ പ്ലാസിഡ് അച്ഛന്റെ ഈ ബുക്ക്ലെറ്റ് ഉപകരിച്ചു വരുന്നു. ഇനി ഈ സ്റ്റഡി അതേപടി കൊടുത്തു പ്ലാസിഡ് അച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അതിന്റെ എവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞ് പ്ലാസിഡ് അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ പ്ലാസിഡ് അച്ഛൻ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഒത്തിരി ഒന്നും വായിക്കാൻ പോകുന്നില്ല, ഇങ്ങനെ ചില കാര്യങ്ങൾ മാത്രം. ഇത് ഈ അടുത്ത കാലത്ത് നമുക്ക് ലഭ്യമായത്, അതുകൊണ്ടാണ് നമുക്ക് പല പുസ്തകങ്ങളിലും ഇല്ല, പക്ഷെ ഈ അടുത്ത കാലത്ത് നമുക്ക് ലഭ്യമായത് മോൺസിഞ്ഞോർ പോൾ പള്ളത്തും പിന്നെ കൊല്ലാറെ അച്ഛനും ഒക്കെ ചേർന്ന് തയ്യാറാക്കിയ ആ ഒരു പുസ്തകത്തിൽ അതിൽ ധാരാളം ഡോക്യുമെന്റ്സ് അവര് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരിചിതമല്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഈ ചില ടെസ്റ്റുകൾ ഞാനിവിടെ പള്ളാസത്തിന്റെ അക്കൗട്ടുകളൊന്ന് വായിക്കുന്നത്. ദ ഹോളി സീ, ഹോളി സീക്ക് ചെറിയ ഉപദേശം കൊടുക്കുക കേട്ടോ നമ്മുടെ പ്ലാസിഡ് അച്ഛൻ. The Holy See should always remain consistent with itself. It desires the purity of the Oriental rites. It suggests the return to their genuine forms and the abolition of the hybridisms which have invaded some of the Oriental liturgies. Above all, the liturgies of the Syriac and Chaldean family. പാപ്പയോട് പറഞ്ഞു, പോളിസിയുടെ പോളിസി കൺസിസ്റ്റന്റ് ആകണം. ഇവിടെ ഇപ്പൊ ഈ റോമൻ പൊന്റിഫിക്കലിന്റെ സിറിയക് ട്രാൻസ്ലേഷൻ അംഗീകാരം കൊടുത്താൽ പോളിസി മലകം പറയുന്നത് അത് പറ്റില്ല. എപ്പോഴും ഓറിയന്റൽ സഭകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അതിന്റെ ജെന്യുവിൻ ഫോം പ്രിസർവ് ചെയ്യാനാണ് സാധിക്കുന്നത്. നൗ ഇഫ് ഇറ്റ് അപ്രൂവ്സ് സിറിയക് ട്രാൻസ്ലേഷൻ, ഇതും കാസനച്ചന്റെ വാക്കുകളാണ് എഴുതി കൊടുത്ത, if it approves the Syriac translation of some parts of the Roman Pontifical, it would be in contradiction with the principles which it defends and aims at applying everywhere. പോളിസി എപ്പോഴും ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പോളിസി ഉണ്ട്. അതേതാ? ഓറിയന്റൽ സഭകളെ സംരക്ഷിക്കുക. നമുക്ക് സന്തോഷിക്കാം, വളരെ ശക്തമായി പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ധൈര്യത്തോടെ പോളിസി ഈ അടുത്ത കാലത്ത് ഒരു യെസ് പറഞ്ഞു നമ്മളോട്. ഏതാ? ഓൾ ഇന്ത്യ ജുറിസ്ഡിക്ഷൻ ആയിട്ടില്ല എങ്കിലും ഇവിടെ നമ്മുടെ അജപാലന അധികാരം ഈ ഇന്ത്യ മുഴുവൻ എത്തിച്ചപ്പോഴ്, പക്ഷേ ആ തീരുമാനം എടുത്തു വെച്ചിട്ട് അത് അനൗൺസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. ഫ്രാൻസിസ് പാപ്പ നല്ല ധൈര്യത്തോടെ പറഞ്ഞു, ഞാൻ എടുത്ത തീരുമാനം അല്ല, ബെനഡിക്റ്റ് പാപ്പ തീരുമാനിച്ചു വെച്ചേക്കുന്നു, അതങ്ങ് പറയുക എന്ന് പറഞ്ഞുള്ള മട്ടിലാണ്. ഏതായാലും പോളിസി എപ്പോഴും നമുക്ക് ഫേവറബിൾ ആയിരുന്നു. Instead leaving things as they are, it cannot be accused of anything. The Holy See has never approved the use of Roman Pontifical in the past, since it was introduced to private authorities and Latin language. At present, it doesn't approve it, although it is proposed to translate it into Syriac language. With this Syriac version, the confusion and the hybridism of the rites do not disappear at all. Rather, the Latinism or Uniatism, whatever it may be, being more hidden and more disguised, will be more pernicious and harmful to the cause of the reunion of the churches. സഭയുടെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനോട് വളരെ വ്യക്തമായ ഭാഷയില് നമ്മുടെ പ്ലാസിഡ് അച്ഛൻ നൽകിയ ഉപദേശം അത് ഗൗരവമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, ഇതിന്റെ കൺക്ലൂഷൻ മാത്രം വായിക്കുകയാണ്. In conclusion, I agree with Reverend Father Cyril Korolewski completely
And I also suggest that in this question the present status quo be kept. ഞാൻ പറഞ്ഞില്ലേ, ഈ തൽക്കാലം സുറിയാനിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട പൊന്റിഫിക്കലിന് അംഗീകാരം കൊടുക്കേണ്ടവർ പഴയതുപോലെയൊക്കെ തന്നെ നടക്കട്ടെ. എന്നിട്ട് പറയാം, however, with this provision, the others should not be neglected. That is, the return to their original rights be inculcated upon the Malabar bishops with the insistence, and as soon as possible, the printing or reprinting of the good quality liturgical books be considered, taking into account the legitimate peculiarities of the local rite of the Malabarians. ഈ സിറിയക് പൊന്റിഫിക്കല്, റോമൻ പൊന്റിഫിക്കൽ സിറിയക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട, സിറിയക്ക് ചെയ്യണമെന്ന് പറഞ്ഞ പുതിയ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷനെ വെച്ചതിനൊപ്പം തന്നെ അതിന്റെ ബാക്കിയായിട്ട് നമ്മുടെ പ്ലാസിഡ് അച്ഛന്റെ ഒക്കെ ആ നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ലിറ്റർജിയുടെ മൊത്തമുള്ള റിസ്റ്റോറേഷന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിനാദ്യം തന്നെ കുർബാനയുടെ കമ്മീഷൻ വെച്ച് അതില് ഇവിടെ ആൻഡ്രൂസ് അച്ഛനൊക്കെ പറഞ്ഞിരുന്നു, പ്ലാസിഡ് അച്ഛനെ തന്നെ ഒരു മെമ്പറായിട്ട് വയ്ക്കുകയും ചെയ്തു. ഇനി ഇതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. പ്ലാസിഡ് അച്ഛൻ നൽകിയിട്ടുള്ള, ഒരു പക്ഷെ നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്ന ഈ മേഖലയിലാണ് സംഭവിച്ചത്. കാരണം റോമിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ട് കൊറോളോസ്കിയുടെയും പ്ലാസിഡ് അച്ഛന്റെയും ഒക്കെ ആ നിർദ്ദേശങ്ങൾക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മുടെ ഈ ചിന്തയുടെ രണ്ടാം ഭാഗത്ത് ഈസ്റ്റ് സിറിയൻ ട്രഡീഷനെ കുറിച്ചുള്ള പ്ലാസിഡ് അച്ഛന്റെ വ്യൂസ് എന്ന് പറയുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈസ്റ്റ് സിറിയൻ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ആ പിതാവിനുണ്ടായി. അതുകൊണ്ടാ ആവേശത്തോടെ രംഗത്തിറങ്ങിയത്. അതിനുവേണ്ടി റിഫ്ലക്ഷൻസ് ഓൺ ലിറ്റർജി എന്ന ആ കൊച്ചു പുസ്തകത്തില് കാർഡിനൽ തിസറനിന്റെ വാക്കുകള് ആ അഭിമാനത്തോടെ തിസറാൻ നമ്മുടെ ലിറ്റർജിക്കൽ ട്രഡീഷനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. The antiquity, the wealth and the admirable elegance of the Israel liturgy do not require proof or confirmation. These stand out to the wonder and admiration of everyone. Wonder. ശരിക്കും പലരും അത്ഭുതത്തോടെ ഇതിനെ നോക്കുന്നവരുണ്ട്. ഞാന് എന്റേതായ ഒരു ഒന്ന് രണ്ട് കൊച്ചുദാഹരണത്തിലൂടെ എനിക്ക് ഈ വണ്ടറിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്, പൂന സെമിനാരിയിൽ ഞാനിപ്പോ ഒരു 10-20 വർഷമായിട്ട് അവിടെ കുടപ്പുഴച്ചനും വെള്ളാരിക്കലച്ചനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ ഞാൻ ഓറിയന്റൽ ലിറ്റർജീസും നമ്മുടെ സിറോ മലബാറും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ഇങ്ങനെ അവിടെ ക്ലാസ് എടുക്കുന്ന ഒരു ദിവസം എന്നോട് അവിടെ കുർബാനയെല്ലാം പറഞ്ഞു, സീറോ മലബാർ കുർബാന ഇംഗ്ലീഷിൽ ചെല്ലാൻ പറഞ്ഞു പേപ്പർ സെമിനാരി ചാപ്പലില്. അന്ന് സന്ദർഭവശാൽ ദരഹകാലത്തെ 2ാം വെള്ളിയാഴ്ചയായിരുന്നു. അപ്പൊ ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു, ഇന്ന് നമ്മൾ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അത് കഴിഞ്ഞ് ഹോമിലിയൊക്കെ അങ്ങനെയായി. ഞാൻ അത് തിരിച്ച് അച്ഛന്മാരൊക്കെ താഴെയുണ്ട്, കൂട്ടത്തിലുണ്ട്. ഊട്ടുമുറി ചെന്നപ്പോ അച്ഛന്മാര് കയ്യോടെ എന്നെ പിടികൂടി. ഹൗ ആർ യു സേയിങ് ലൈക്ക് ദിസ്? 29th of June അല്ലേ ഫീസ്റ്റ് ഓഫ് പീറ്റർ ആൻഡ് പോൾ. ഹൗ ക്യാൻ യു സേ ദാറ്റ് ഇറ്റ് ഈസ് ടുഡേ? അപ്പൊ ഞാൻ അതിന് ചെറിയൊരു വിശദീകരണം നമ്മുടെ ഈ കലണ്ടറൊക്കെ വെച്ച് കൊടുത്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധരുടെ ഓർമ്മ കൊണ്ടാടുന്നത് എപ്പോഴും ആ ടെമ്പറൽ കലണ്ടറില് കർത്താവിന്റെ രഹസ്യത്തോട് ചേർത്ത് മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ രഹസ്യത്തെ പ്രത്യക്ഷീകരിക്കുന്നതിന് അതിന് ഇൻസ്ട്രുമെന്റ്സ് ആകുന്നവരെന്നുള്ള നിലയിൽ മാത്രമേ ഞങ്ങൾ വിശുദ്ധരെ ഓർക്കാറുള്ളൂ. അതിനെക്കുറിച്ച് വളരെ സന്തോഷം തോന്നി അച്ഛന്മാർക്ക്. എന്നിട്ട് അവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുർബാനയെ കുറിച്ച് വ്യത്യസ്ത തിയോളജി ഉണ്ടോ എന്ന്. അപ്പൊ ഞാൻ നമ്മുടെ കുർബാനയുടെ ദൈവശാസ്ത്രജ്ഞങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ എപ്പിക്ലേസിസും ഒക്കെ ചേർത്ത് പറഞ്ഞു. അവിടെ ആ ഊട്ടുമുറിയിൽ വെച്ച്, ഞാൻ അത് ഈ വണ്ടറിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്, ഒട്ടും എക്സാമിനേഷൻ പറഞ്ഞല്ലോ. അവിടെ ആ ഊട്ടുമുറിയിൽ വെച്ച് പൂന സെമിനാരിയിലെ ലാറ്റിൻ സ്റ്റുഡൻസിനെ വിശുദ്ധ കുർബാനയുടെ യൂക്രിഷിന്റെ തിയോളജി പഠിപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞു, വി വാണ്ട് ദിസ് കൈൻഡ് ഓഫ് യൂക്രിസ്റ്റിക് തിയോളജി ടുഡേ എന്ന്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ, കാരണം എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. അത്ഭുതത്തോടെ അച്ഛൻ പറഞ്ഞു. എന്നിട്ട് വെറുതെ ഒരു വാക്കായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചതല്ല. അച്ഛൻ അവിടെ പറഞ്ഞു, പ്ലീസ് ഗിവ് മീ ഇൻ റൈറ്റിംഗ് വാട്ട് യുവർ വ്യൂസ് ഓൺ ദിസ് ഈശ്വറിയൻ തിയോളജി, യൂക്രിസ്റ്റിക് തിയോളജി. അച്ഛന്റെ യൂക്രിസ്റ്റ് ആൻഡ് ലൈഫ് എന്ന്, കുര്യൻ കുന്നമ്പ്രം എന്നുള്ള അച്ഛനാണ് ആ യൂക്രിസ്റ്റ് ആൻഡ് ലൈഫ് എന്നുള്ള പുസ്തകം പ്രസില്ല. അതിന്റെ
അച്ഛനിയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അച്ഛൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് എനിക്ക് ഈസ്റ്റ് സിറിയൻ തിയോളജി ഓഫ് യൂക്രിസ്റ്റ് എന്ന് എഴുതിത്താ. ഞാൻ എഴുതി കൊടുത്തു ഈ കാര്യങ്ങളൊക്കെ വെച്ച്. സാധാരണഗതിയിൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. വളരെ ജനറൽ ആയിട്ട് യൂക്രിസ്റ്റിന്റെ തിയോളജി ഒക്കെ പറഞ്ഞ് യൂക്രിസ്ത്യൻ ലൈഫുമായിട്ട് ബന്ധം കുറിക്കുന്ന ലാറ്റിൻ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ഒരു പുസ്തകത്തിലേക്ക് നമ്മുടെ ഈ ആർട്ടിക്കിൾ ചേർത്ത് പബ്ലിഷ് ചെയ്തു. പുസ്തകത്തിലുണ്ട്. ഞാൻ പറഞ്ഞേ they were really surprised by this. ഒരു സംശയമില്ല. ആ സർപ്രൈസ്, ആ വണ്ടർ, ഇവിടെ ഒരു വണ്ടറും ഇല്ല കേട്ടോ. ഇവിടുത്തെ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു, നിങ്ങൾക്ക് വണ്ടർ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങളുടെ കൂടെ വന്നത്. പലപ്പോഴും അതിനെക്കുറിച്ച് വളരെ പുച്ഛത്തോടെ നമ്മൾ സംസാരിക്കുന്നിടത്ത് അവിടുത്തെ സ്റ്റുഡൻസ്, ലാറ്റിൻ സ്റ്റുഡൻസിന് വണ്ടറുണ്ട്, അവരത് പറയാറുമുണ്ട്. നമ്മുടെ സമയം അധികരിച്ചുകൊണ്ടിരിക്കുക. 5 മിനിറ്റോടെ പിന്നെ പറയാനുള്ള ഞാൻ ഇടയ്ക്ക് നിങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞോളാം. അത് പറഞ്ഞു തീർത്ത് ഇത് വായിച്ചു തരാം. വണ്ടർ ആൻഡ് അഡ്മിറേഷൻ ഓഫ് എവ്രി വൺ. ഓൾ സ്കോളേഴ്സ് ഇൻ ദ സയൻസ് ഓഫ് എക്ലസിയാസ്റ്റിക്കൽ ലിറ്റർജീസ് ടെസ്റ്റിഫൈ വിത്ത് വൺ അക്കോർഡ്. ഇസ്ലാം തിരുമേനി പറയുകയാണ്, ഈ ലിറ്റർജിയെ കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന that this liturgy has preserved and faithfully transmitted the ancient tradition of the public prayer of the Christian Church. ഈ ഇതിന് ശേഷം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈസ്റ്റ് സിറിയൻ ട്രഡീഷന്റെ ആ മഹത്വം എന്തെന്ന് കലണ്ടർ, കുർബാന, കൂദാശകള്, യാമപ്രാർത്ഥനകള്, കൂദാശാനുകരണങ്ങള്. കൂദാശാനുകരണം എന്നുള്ള ടെർമിനോളജി നമുക്കില്ല, ലെസർ മിസ്റ്ററീസ് എന്ന് തന്നെ പറയും. ഇതെല്ലാം അപഗ്രഥിച്ചുകൊണ്ട് അച്ഛൻ പറയുന്നുണ്ട്. പിന്നെ തുടർന്ന് വരുന്നത് ഈ ട്രഡീഷൻ നമ്മൾ എങ്ങനെ മലബാറിൽ സ്വീകരിക്കപ്പെട്ടെന്നുള്ളതാണ്. ചിലരെങ്കിലും ഒക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഇത് പുറത്ത് അടിച്ചേൽപ്പിച്ചു. അതല്ല, ഇത് നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചതാണെന്നുള്ളതിന് തെളിവ് സഹിതം ആ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അച്ഛൻ പറയും. നമ്മുടെ പിതാക്കന്മാര് 3 പേര് കൂടി, the 3 representatives of Malabar leaders wrote to the Pope in 1578 saying, our prayers are in the Syriac or the Chaldean language was handed on to us by our Lord Saint Thomas. We and our predecessors have been taught this language. ഇത് ആരും ഏൽപ്പിച്ചതല്ല, അടിച്ചേൽപ്പിച്ചതല്ല, ഞങ്ങളുടെ പിതാവിൽ ഞങ്ങൾക്ക് കിട്ടിയതാണെന്നുള്ള ബോധ്യത്തോടെയാണെന്ന്. അതിനുശേഷം ഞാൻ മാർത്തോമ മാർഗത്തിന്റെ മഹത്വം എന്താണെന്ന്, അതിൽ ലിറ്റർജിക്കുള്ള ആ വലിയ സ്ഥാനം എന്താണെന്ന് പ്ലാസിഡ് പറഞ്ഞു വെക്കുന്നു. പിന്നെ ലാറ്റിനൈസേഷനെ കുറിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്. നമുക്ക് വേണ്ടി അവർ തന്നു വെച്ചത് ഫ്രോം വിച്ച് the Malabar regime begins. അത് വളരെ മ്യൂട്ടിലേറ്റഡ് ആയിരുന്നു. Mutilated this Syrian liturgy, highly Latinized it through the juxtaposition of parts taken from the Roman liturgy. ഇതിനു ശേഷം ഇനി നമുക്ക് കൈവരേണ്ട റിസ്റ്റോറേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഓൾറെഡി നമ്മൾ കൈവരിച്ച റിസ്റ്റോറേഷന്റെ കാര്യം പറയുമ്പോൾ പൊണ്ടിഫിക്കലിന്റെ കാര്യം പറയുന്നു, വിശുദ്ധ കുർബാനയുടെ കാര്യം പറയുന്നു. അതുപോലെ ലിറ്റർജി ഓഫ് അവേഴ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞെന്നുള്ള രീതിയിലാണ് പ്ലാസിഡ് പറയുന്നത്. കാരണം ബ്രവ്യാരത്തിന് വേണ്ടി കാർഡിയൻ ചർച്ചിന് ഇറക്കിയ ആ പുസ്തകം അതിന്റെ ആമുഖത്തിൽ തന്നെ മലബാർ ചർച്ചിനെയും വിവക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് മലബാർ ചർച്ചിന് കൂടി ഉള്ളതാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. പിന്നെ ഇനി വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. മിഷനെ കുറിച്ചുള്ളത് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഈ റിസ്റ്റോറേഷൻ നടക്കുന്നത് നമ്മുടെ യഥാർത്ഥ ലിറ്റർജിക്കൽ ട്രഡീഷന്റെ ചൈതന്യം സഭ മുഴുവനിലും പ്രസരിക്കണം. പ്രത്യേകിച്ച് മിഷനില്. ഞാൻ ആ ഒരു കൊച്ചു പാരഗ്രാഫ് വായിച്ച് അവസാനിപ്പിക്കാം. Father Placid was special concern about the mission dioceses. According to him, the liturgical heritage of the Syro-Malabar Church is to be followed in the missions, but leaving room for local adaptations. അദ്ദേഹം ചോദിക്കുകയാണ്, will the new converts be trained in the genuine form of the Chaldean liturgy? നമ്മുടെ കാൽഡിയൻ ലിറ്റർജി എന്നുള്ള പദം അദ്ദേഹം തന്നെ പിന്നീട് പലപ്പോഴും ഈശ്വറി എന്ന് പറയുന്നത് ആ പദം ഉപയോഗിക്കുന്നത്. കാരണം എന്നാണെന്നറിയാവോ? അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മിക്കവാറും കാൽഡിയൻസ് ലാറ്റിനൈസ്ഡ് ആണ്, നമ്മളെക്കാൾ ഏറെ ലാറ്റിനൈസ്ഡ്. അത് നേരിട്ട് കാണാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി. ഞാൻ ഇറാഖിൽ അവരുടെ കൂടെ പോയി പള്ളികളിലൊക്കെ താമസിച്ചപ്പോ തറലി ലാറ്റിനൈസ്ഡ് ആണ്. ഏത് ലിറ്റർജിക്കൽ ആർക്കിടെക്ചർ, വെസ്റ്റ്മെന്റ്സ്, പ്രേയേഴ്സ്, ഫേസിംഗ് ദ പീപ്പിൾ ആയിട്ടൊക്കെ ചെല്ലുന്ന വലിയ ത്രില്ലായിട്ട് നടക്കുന്നവർക്ക്. അതുകൊണ്ട് കാർഡിയനൈസേഷൻ നിന്നും കാർഡിയൽ ലിറ്റർജി എന്നൊക്കെ പറയുമ്പോൾ ശരിയല്ല. കാരണം
ഈ Syrian liturgy is shared by the Chaldean Church, the Syro-Malabar Church and the Assyrian Church. അതുകൊണ്ട് നമ്മൾ അതിന് Chaldean എഴുതാവും. We are following the common East Syrian. അതില് ആരാണ് കുറച്ചുകൂടെ തീഷ്ണതയോടെ ഈ Syrian ട്രഡീഷൻ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അസീറിയൻസ് ആണ്. എന്തെങ്കിലും നല്ലത് എടുക്കണമെങ്കിൽ ആ വശത്തേക്കാണ് തിരിയേണ്ടത്. എങ്കിലും അക്കാലത്ത് Chaldean liturgy എന്ന പ്രയോഗം നൽകിയിട്ടുണ്ട്. Chaldean liturgy with its theology and spirituality. If this is not done, one wonders why there should be Syro-Malabar missions at all. എല്ലാവർക്കും രൂപത വേണം, ഇതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് ലോകം മുഴുവനും വേണം. പക്ഷേ സീറോ മലബാറിന്റെ പൈതൃകവും ഇതിന് ഒന്നും വേണ്ട. അത് ഈ പോരുന്നിടത്തല്ല മലയാളത്തിലാക്കി. എന്തിനാ മലയാളം കുർബാന എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക? ഞാൻ ഓർക്കുന്നത് മീററ്റ് ഡൈസിസിലെ പിതാവ് എന്നോട് ചോദിച്ചു. ഞാൻ അവിടെ ഒരിക്കലും ഭാഗത്ത് ചെന്നപ്പോഴ്, why don't you celebrate your liturgy in Hindi so that our people can also participate and be enriched by it? അങ്ങനെ വിചാരിക്കുന്ന വളരെ പേരുണ്ട്. നമ്മുടെ ലിറ്റർജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അത് കഴിയണം. ഇപ്പൊ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ പൈതൃകം തന്നെ പുലർത്തുന്ന സ്ഥലം. അതേസമയം അദ്ദേഹം പറയുകയാണ്, the Christianized socio-religious customs and usages are not to be taken to the missions. Instead, the similar customs and usages of the places could be Christianized. Authentic ആയിട്ടുള്ള ഈശ്വറിയൻ ട്രഡീഷനും അതിന്റെ സ്പിരിറ്റുമാണ്. അതേസമയം ഈ സ്ഥലത്തോട് ബന്ധപ്പെട്ട അടയാളങ്ങളൊക്കെ തെരയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ലൊക്കാലിറ്റിയിൽ എടുക്കണം. അപ്പൊ മിഷനെ കുറിച്ചുള്ള പ്ലാസഡത്തിന്റെ വീക്ഷണം ഞാൻ പറയാം. ഇനി ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ക്രമത്തിൽ പറഞ്ഞോളാം. താങ്ക് യു. പോലീസിന് ഒറ്റ വാക്കില് നന്ദി. ഇനിയുണ്ട് സമയം. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. അച്ഛനെ ഏൽപ്പിച്ച ആ വിഷയത്തോട് തീർച്ചയായിട്ടും വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ലിറ്റർജിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രം പ്ലാസഡസിനെ കുറിച്ച് അവതരിപ്പിച്ചു. അച്ഛന് പേപ്പർ നിങ്ങൾ കേട്ടതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഇവാലുവേഷന്റെ മുതിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കുള്ള സമയം, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയം. ആദ്യ ഭാഗത്ത് അച്ഛൻ പറഞ്ഞല്ലോ 7 വ്യാകുലങ്ങളെ പറ്റിയും മാർ ലൂയിസ് പഴയ പറമ്പിലിനെ പറ്റി. അവരുടെ ആ സമരത്തിന്റെ ആദ്യ ഘട്ടത്തിൽ നമ്മുടെ സഭയുടെ ആരാധനാ വൈദഗ്ധ്യത്തെ പറ്റി ഇത്ര കൺസേൺഡ് ആയിരുന്നു? അതെയോ അവർ സ്വയംഭരണം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യത്തിൽ ഒതുങ്ങി നിന്നവരാണോ? അതെയോ വലിയ വിശാലമായ തലത്തിൽ നമ്മുടെ ആരാധനാ വൈദഗ്ധ്യത്തെ പറ്റിയുള്ള ബോധ്യവും അവർക്കുണ്ടായിരുന്നു? ലൂയിസ് പഴയപറമ്പിൽ പിതാവ് അവസാനം മലക്കം മറിഞ്ഞു എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നെങ്കിലല്ലേ ഉള്ളൂ ഈ മലക്കം പറയേണ്ട അവസ്ഥ ഉണ്ടാവുന്നുള്ളൂ. വളരെ സൂക്ഷ്മമായിട്ട് ലിറ്റർജി എന്ന കാര്യത്തിന് വേണ്ടിയല്ലേ അദ്ദേഹം പറഞ്ഞതുപോലെ സ്വയം ഭരണം. അതിപ്പോ റീത്ത് എന്ന് പറയുന്നതിൽ എല്ലാ ഘടകങ്ങളും ഉണ്ട്. അവരെ അസ്വസ്ഥരായിട്ട് പരാതിപ്പെടുന്ന കാര്യങ്ങളിൽ ഈ പറയുന്നതുണ്ട്. കാര്യങ്ങൾ ഒരു സഭയുടെ പൈതൃകത്തിന്റെ ആകത്തുകയുണ്ട് അവിടെ. പക്ഷേ ഒരിക്കല് മെത്രാന്മാരൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സ്റ്റാറ്റസ് കോയിലെ കാര്യങ്ങൾ അതുപോലെ കൊണ്ടുപോകാനുള്ള ഒരു വ്യഗ്രത അവിടെ. അവർക്ക് നിസ്സാരമായിട്ട് തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പോലും അതിനെക്കുറിച്ച് അത്ര ഗൗരവമായിട്ട് ചിന്തിച്ചില്ല. വാസ്തവത്തില് പ്ലാസിഡസിന് അതിനെക്കുറിച്ച് വളരെ വേദനയോടെ പറയുന്നുണ്ട്. നാട്ടുമെത്രാന്മാർ വളരെ ലാറ്റിനൈസ്ഡ് ആണ്. പേപ്പറിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. നാട്ടുമെത്രാന്മാരായവര് അതിനെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മറ്റ് ഈ പൊന്റിഫിക്കലിന്റെ കാര്യം മാത്രമല്ല, അതും അത് ബഹുഭൂരിപക്ഷം പേരും അന്ന് ഒരു വ്യത്യസ്തമായ സ്റ്റാൻഡ് പ്ലാസിഡസിന് എടുത്തു എന്നുള്ളത് വളരെ രക്തസാക്ഷിത്വപരമായിരുന്നു. അച്ഛനെ വളരെയേറെ ചീത്ത പറഞ്ഞ് ഒരു കാൽഡിയനൈസേഷന്റെ വക്താവായിട്ട് വെച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ വേറൊരു മാനവും കൂടെ അന്നുണ്ടായിരുന്നു. കാൽഡിയനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ റീത്തിനെ അതേപടി കൊണ്ടുവന്ന് അവിടെ കാൽക്കീഴില് ബാബിലോൺ പാത്രിയർക്കീസിന്റെ കീഴിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ട്രൈറ്ററെ പോലെ ചിത്രീകരിച്ചവരുണ്ട്. പക്ഷേ വളരെ വ്യക്തമായിട്ടും പ്ലാസഡച്ചൻ പറഞ്ഞത് ഒരു കാരണവശാലും യുറിഡിക്കലായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ കൃത്യമായ വേടിങ് ഉണ്ട്. തനിമയെയും ആരാധനാക്രമത്തെയും ഒക്കെ റിസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി വളരെ ത്യാഗപൂർണമായ നേതൃത്വം അല്ലെങ്കിൽ ശ്രമങ്ങൾ നടത്തിയ പ്ലാസിഡച്ചൻ എന്ന് ഈ അനാഫ്രയും പ്രത്യേകിച്ച് തിയോളജിക്കൽ അനാഫ്രയും ഒന്നും അനുഷ്ഠിക്കുക അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണും? അല്ലെങ്കിൽ അദ്ദേഹം അതിന് മാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവാം. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലായിരുന്ന സാഹചര്യത്തിൽ ആ ഒരു എങ്ങനെ നോക്കിക്കാണും? അദ്ദേഹം വാസ്തവത്തിൽ സന്തോഷിച്ചിട്ടുണ്ട്. കാരണം 1957 നമുക്ക് ഈ ടെസ്റ്റുകളെല്ലാം കൂടെയാണ് കിട്ടിയത്.
അവിടെ തയ്യാറാക്കി തന്ന സ്ത്രീ ടെസ്റ്റില് തേഡോറിന്റെയും നെസ്തോറിയസിന്റെയും ഒക്കെ അനാഫറോട് അംഗീകരിച്ച് തന്നതാണ്. പക്ഷെ നമ്മൾ പിന്നെ മലയാളം ഉണ്ടാക്കിയപ്പോൾ പിതാക്കന്മാർ തൽക്കാലം ഇത് മതി എന്ന് പറഞ്ഞ് അതായി മാറിയതിൽ ഒതുങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഘട്ടങ്ങളിലൊന്നും ഇത് തിരസ്കരിക്കുക എന്നുള്ള ചിന്ത പോലും ഇല്ലായിരുന്നു. പിന്നെ പിന്നെ നമ്മൾ കുറെ കൂടി ഈ വിഷയത്തില് തർക്കങ്ങളും വാദങ്ങളും ഇല്ലാത്ത ഭാഷണതകൾ കണ്ടെത്തലും ഒക്കെ ആയപ്പോ ഇതൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒത്തിരി അതിനെക്കുറിച്ച് അസ്വസ്ഥനല്ല, ഓപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. അദ്ദേഹത്തിന്റെ എഴുത്തിൽ കാണാം. ഈ ലിറ്റർജിക്കൽ റിന്യൂവലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അവസാന ഘട്ടത്തില് ഈ 60കളിലൊക്കെ പ്ലാസിഡ് അച്ഛൻ വളരെ ഓപ്റ്റിമിസ്റ്റിക്കാണ്. പക്ഷെ അവസാനം നമ്മുടെ കുടപ്പഴച്ചൻ കാണിച്ച പുസ്തകമൊക്കെ ഉണ്ടല്ലോ, റൈസ് ആൻഡ് ഡിക്ലൈൻ ഓഫ് സെന്റ് തോമസ് ക്രിസ്ത്യൻസ്, അവിടെ വരുമ്പോഴത്തേക്ക് സംഗതി ഒരിടത്ത് എത്തില്ല എന്നുള്ള ഒരു വിഷമം അച്ഛനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ആ ചിന്തയിലെ പ്ലാസിഡ് അച്ഛൻ ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ, അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല തേഡോറും നെസ്തോറിയസും അംഗീകരിക്കപ്പെടുമെന്ന്. കാരണം അവർ നരകത്തിൽ കിടക്കുന്ന രണ്ട് പാർട്ടികളുടെ പേരിൽ നമുക്കൊരു അനാഫറ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കപ്പെടുക. പക്ഷെ ഇപ്പൊ എന്താ, സെയിന്റ് നെസ്തോറിയസ് എന്നും പറഞ്ഞാ നമ്മൾ പുസ്തകം പഠിക്കാൻ പോകുന്നത്. സെയിന്റ് എന്ന് വെക്കുന്നില്ല, ഇംഗ്ലീഷ് അല്ല, മാർ നെസ്തോറിയസ്. സിനഡ് യുനാനിമസ് ആയിട്ട് അംഗീകരിച്ച് റോമിലേക്ക് അയച്ചിരിക്കുകയാണ് മാർ നെസ്തോറിയസ്. കാലം മാറി. ഏതായാലും നമ്മുടെ പിതാവ് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും. മനോഹരമായ പ്രസന്റേഷൻ നന്ദി പറയുന്നു. ഒപ്പം ബ്രീവറിയെ കുറിച്ച് അച്ഛൻ പറഞ്ഞിരുന്നു, ക്ലിയർ ആയില്ല, അത് അംഗീകരിച്ചിരുന്നു പറഞ്ഞു. അതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് ഇപ്പോൾ നമ്മുടെ ബ്രീവറി പുതുതായിട്ട് അതിന്റെ പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയെന്നുള്ളൂ അത് കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ ഉപകാരമായി. ബഡ്ജാൻ എഡിറ്റ് ചെയ്ത 3 വോളിയൂംസില് കാർഡിയൻ ചർച്ചിനെന്ന് വേണ്ടി ഉള്ള ബ്രവിയറി തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന്റെ ആമുഖത്തിൽ കാർഡിനൽ തിസ്രൻ അത് മലബാർ സഭയ്ക്കും വേണ്ടി ഉപകാരപ്പെടുമെന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് ആ വർക്ക് ഏറെക്കുറെ തീർന്നു എന്നുള്ള സന്തോഷത്തിലാണ് പ്ലാസിഡ് അച്ഛൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും പ്ലാസിഡ് അച്ഛൻ തന്നെ കണ്ടിട്ടുണ്ട് ഇതൊന്നും ഇത്ര ആയിട്ടില്ലെന്ന് അദ്ദേഹം തീർച്ചയായും തിരിച്ചറിഞ്ഞു. ഇപ്പോൾ നമ്മൾ അതിന്റെ റിസ്റ്റോറേഷൻ നടക്കുകയാണ്. ഒരു പക്ഷെ നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല രീതിയിലാണ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ വിഷയത്തെ കുറിച്ച് ധാരണയുള്ളവരൊക്കെ ചേർന്നാണ് ചെയ്യുന്നത്. നമുക്കതിന് വളരെ നല്ല സാധ്യത സിനഡ് ഒരുക്കി തന്നു. അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ സിനഡ് പ്രപ്പോസ് ചെയ്തതും ഈസ്റ്റ് സിറിയൻ ട്രഡീഷന്റെ ആ തനിമ നിലനിർത്തുന്ന രീതിയിലുള്ള സ്ട്രക്ചർ, അതിന്റെ ഒറിജിനാലിറ്റിയോടുകൂടി പ്രേയേഴ്സും എല്ലായിടത്തും ചെയ്യാനാണ് പറഞ്ഞത്. ആ വർക്ക് ഏറെക്കുറെ പൂർണ്ണമായി. അപ്പൊ നമ്മുടെ ഇപ്പൊ ഉള്ളതിൽ ചെറിയ ചില പോരായ്മകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നതിന്, മലയാളം എല്ലാം കളയൊന്നും അല്ല, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മലയാളത്തില് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന യാമപ്രാർത്ഥനകൾ എന്ന പുസ്തകത്തിൽ ഒരാഴ്ചത്തേക്കുള്ളതേ ഉള്ളൂ. നോമ്പുകാലാണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള പ്രാർത്ഥനയല്ലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കുതിരായില് ഈ ബഡ്ജാൻ തയ്യാറാക്കിയിട്ടുള്ള വോളിയൂംസില് 7 ആഴ്ചത്തേക്കുള്ള പ്രാർത്ഥനയുണ്ട്, എല്ലാ ദിവസത്തേക്കുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ തയ്യാറാക്കൊണ്ടിരിക്കുക, ഒന്നും വിടാതെ. അർത്ഥത്തില് വളരെ റിച്ചായിട്ട് നമ്മുടെ യാമപ്രാർത്ഥനകൾ തീരും. പിന്നെ പെട്ടെന്നൊരു വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ, റംസയുടെ കാര്യം പറഞ്ഞാല് റംസയിലെ ഓനിസാ ദത്തം ഓനിസാദ് വാസർ എന്നുള്ളതിന്റെ ഘടന നമ്മൾ അല്പം വ്യത്യസ്തമാക്കി ഇതിന് കിടക്കണം. കാരണം അത് യാമപ്രാർത്ഥനയുടെ ഹുദ്രായിൽ അതേപടി പ്രോപ്പറി ആയിട്ടില്ല. ഒരു വർഷം മുഴുവനും വേണ്ടി ചെല്ലാൻ വേണ്ടി ആകെ 14 2 സെറ്റ് ഓനിസാ ദത്തവും 2 സെറ്റ് ഓനിസാദ് വാസറും ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ പുതിയ ക്രമം വരുമ്പോൾ ദത്തം വാസർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 2 ക്രമമായിട്ട് ഇത് കൊടുക്കുള്ളൂ കോമൺ ആയിട്ട്. മറ്റു കാര്യങ്ങൾ പരമാവധി സോഴ്സിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അതിനെ നമ്മുടെ സുറിയാനിയൊക്കെ നന്നായിട്ട് പഠിച്ച് ഫുൾ ടൈം 24 അവേഴ്സും ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റർ കൊച്ചു ത്രേസ്യ വർക്ക് ചെയ്യുന്നു. നമ്മുടെ മുതുപ്പിളാക്കലച്ഛനൊക്കെ അതിനോട് ചേർന്ന് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ പോകുന്നു വിചാരിക്കാം. അത് വൈകാതെ അതിന്റെ ഡ്രാഫ്റ്റ് അടിച്ച് ചർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് രൂപതകൾക്കൊക്കെ വിടും. അച്ഛനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഇത്രയേറെ പേർക്ക് ഫലദായകമാകും വിധം വളരെ പണിപ്പെട്ട് ഒരുങ്ങി പേപ്പർ തയ്യാറാക്കി ഇവിടെ വന്ന് അവതരിപ്പിച്ചു. പേപ്പർ വായിക്കുകയായിരുന്നില്ല. ഗുരുക്കന്മാര് കൊടുത്ത അഗ്നി ഇപ്പോൾ ശിഷ്യനിലും നന്നായിട്ട് ജ്വലിക്കുന്നുണ്ട് എന്ന് പേപ്പർ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ആ അഗ്നി കൂടുതൽ ഉജ്ജ്വലിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട്
ഇത്ര മനോഹരമായി ഈ മണിക്കൂർ ഞങ്ങൾക്ക് നൽകിയതിന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ചോദിച്ച് ഇതിൽ സജീവമായി പങ്കെടുത്ത നിങ്ങൾക്ക് ഏവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞു.